ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു അപ്പത്തിൻ്റെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നല്ല സോഫ്റ്റായി വരാനായി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാറ്റർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബാറ്റർ തയ്യാറാക്കുന്നതിനായി 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 200 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള ഏത് കപ്പായാലും മതി. ഇനി നമുക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇതുപോലുള്ള ഒരു ടീസ്പൂണിൽ 2 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ കഴുകി കുതിരാനായി മാറ്റി വയ്ക്കാം. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായി വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. 5 മണിക്കൂറിന് ശേഷം ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം നല്ലതുപോലെ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. കൈ എടുക്കാതെ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫെർമെൻറ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഏകദേശം 6 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും മാവ് നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മാവൊക്കെ നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുടാനായി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മാവ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മാവ് ഒഴിച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയതും ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു അപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വീണ്ടും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ അപ്പം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.